വാട്സ്ആപ്പ് ഗൈസ് റോഗേഴ്സ് നാസിമാണ്. ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ഏറ്റവും പെട്ടെന്ന് അപ്രൂവ് ആകുന്ന 5 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ പറ്റും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സിവിൽ സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ട്രാക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 5 ക്രെഡിറ്റ് കാർഡുകളും കിട്ടും. ആദ്യമായിട്ട് HDFCയുടെ ടാറ്റ നിയോ ക്രെഡിറ്റ് കാർഡാണ്. അതേപോലെ തന്നെ ആക്സിസ് ബാങ്ക് നൽകുന്നുണ്ട്, IDFC ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, RBLന്റെ ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, SBIയുടെ സിംപ്ലി സേവ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. ഈ ഒരു 5 ക്രെഡിറ്റ് കാർഡുകളുടെ ലിങ്ക് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ബാങ്കിന്റെ ആണോ വേണ്ടത്, ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആണോ നിങ്ങൾക്ക് അപ്രൂവ് ആകേണ്ടത്, ആ ഒരു ബാങ്കിന്റെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഫോമിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാൻ കാർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, വീട്ടുപേര്, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ സാലറീഡ് ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയുടെ പേര്, എവിടെയാണ് കമ്പനി, നിങ്ങളുടെ ആ ഒരു ഒഫീഷ്യൽ ഇമെയിൽ ID, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. അത് പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സ് ആയിട്ട് അപ്രൂവ് ലിമിറ്റ് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കുക. നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കൂടി കാണും. നിങ്ങൾക്ക് വീഡിയോ KYC വഴിയായിരിക്കും വെരിഫിക്കേഷൻ വരുന്നത്. എല്ലാ ബാങ്കുകൾക്കും ഇത് വരുന്നില്ല. HDFCക്കും RBLനും ഈ ഒരു വീഡിയോ KYC ചിലപ്പോൾ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. ബാക്കി ബാങ്കുകളൊന്നും ചിലപ്പോൾ ഈ ഒരു KYC ചോദിക്കുന്നുണ്ടായിരിക്കില്ല. ചില ബാങ്കുകൾ മാനുവലി ആയിരിക്കും. നിങ്ങളെ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ഇങ്ങോട്ടേക്ക് വിളിച്ചതിന് ശേഷം ഒരു ഫോമിൽ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു കാർഡ് വരികയും ആ ഒരു കാർഡ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ജസ്റ്റ് ഒരു ഡെമോ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. HDFCയുടെ നിയോ കാർഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും മറ്റ് ബാങ്കുകൾക്കും വരുന്നത്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 5 ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ആരും വീഡിയോ കാണാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ HDFC എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൂടെ കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ബാങ്കുകൾക്കും പല ഫോമുകളാണ് വരുന്നത്. ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി HDFC ബാങ്കിന്റെ ഒരു ഫോമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. HDFCയുടെ ടാറ്റ നിയോ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇത്രയും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കൺസെന്റ് ആണ് ചോദിക്കുന്നത്. ദെൻ OTP കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. OTP നിങ്ങളുടെ ആ ഒരു മൊബൈലിലേക്ക് വരുന്നുണ്ടായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം വ്യൂ ദ ബെസ്റ്റ് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ HDFCയുടെ ഒഫീഷ്യൽ ക്രെഡിറ്റ് കാർഡിന്റെ പേജിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പാൻ കാർഡിലെ നമ്പർ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ദെൻ നിങ്ങളുടെ പേര് എന്താണോ ആ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ മിഡിൽ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID എന്താണെന്ന് വിളിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ സാലറീഡ് ആണോ, സ്റ്റുഡൻ്റ് ആണോ, ഹോം മേക്കർ ആണോ, റിട്ടയർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഞാൻ ഇവിടെ സാലറീഡ് കൊടുത്തു. ദെൻ നിങ്ങളുടെ കമ്പനിയുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കമ്പനിയുടെ പേര് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കും. ഞാൻ ജസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരെണ്ണം അല്ല, ഞാനിപ്പോൾ ഒരു ഡെമോ ഈ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കമ്പനി ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ചോദിക്കുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ഡെസിഗ്നേഷൻ അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ മാനേജർ എന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ദെൻ നിങ്ങളുടെ വർക്ക് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, വർക്ക് ഇമെയിൽ ID കൊടുക്കുക. ദെൻ ചെക്ക് ബെസ്റ്റ് ഓഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓഫർ എന്താണെന്നുള്ളത് ഇവിടെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഓൾറെഡി HDFCയുടെ ഡൈനേഴ്സ് മില്ലേനിയ എന്ന് പറയുന്ന കാർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിക്കാത്തത്. എന്താണോ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്രൂവ് ആകുന്നതായിരിക്കും.
അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം നിങ്ങളിലേക്ക് വരും. കാരണം ഡ്യൂ ഡേറ്റിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബില്ല് ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബില്ല് ഇറങ്ങിയതിന് ശേഷം ഒരു നിശ്ചിത സമയം ബാങ്കുകാർ തരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ബില്ല് പ്രോപ്പറായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ പല ബാങ്കുകളും 30% മുതൽ 50% വരെയൊക്കെ ഇൻട്രസ്റ്റ് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു വർത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. പല കമ്പനികളും നമുക്ക് 30 ദിവസം മുതൽ 50 ദിവസം വരെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നത്. ഇത് പ്രോപ്പറായിട്ട് നോക്കി നിങ്ങൾ ചെയ്യുക. അതേപോലെ ഏതായാലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒക്കെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ട് വെച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.